അങ്ങനെ കുറേ യുവാക്കളുടെ സിനിമ അങ്ങ് തിയേറ്ററിലേക്ക് എത്താൻ പോവാ. ധീരൻ ഏറ്റവും യുവാവ് ആരിൽ നിന്ന് തുടങ്ങണം? അശോകൻ ചേട്ടാ എങ്കിലും മനോഹരൻ അവിടെ കൈ കിട്ടി, അവിടെ കിട്ടി. ഏറ്റവും പ്രായം കുറഞ്ഞത് വെച്ച് എല്ലാം കൊണ്ടും അങ്ങനെ പോകണോ എങ്ങനെയാണെന്നുള്ള എങ്ങനെയാണെങ്കിലും പ്രായം കുറഞ്ഞ ഹൈദരാലിക്ക് ഇഷ്ടമുള്ള ചോദ്യം ഇഷ്ടമുള്ള ആളോട് ആദ്യം ചോദിക്കാം അല്ലേ? ഇതോ ഹൈദരാലിയാണ്. അതെങ്ങനെയാ ഇങ്ങോട്ട് തിരിച്ചത്? ഹൈദരാലിക്ക് ഇഷ്ടമുള്ള ചോദ്യം ഇഷ്ടമുള്ള ആളോട് ഏറ്റവും ഇഷ്ടമുള്ള ആളോട് ചോദിക്കാം. ധീരൻ എങ്ങനെയുണ്ട്? 5 പേരോട് ഒറ്റ ചോദ്യം. നന്നായിരിക്കും. സൂപ്പർ. ധീരൻ സൂപ്പറോ സൂപ്പർ മതി. ഇപ്പം മനസ്സിലായി, എനിക്ക് എല്ലാവരോടും ഒരേപോലെ സ്നേഹമായിട്ട് ഇങ്ങനെ യാത്രയാണ് ഈ സിനിമ. അത് മതി. എനിക്കതറിയായിരുന്നു. അങ്ങനെ ചോദിക്കുള്ളന്ന് എനിക്കറിയാം. അതറിയാല്ലേ? അശോകൻ വിചാരിച്ച അശോകനോട് ചോദിക്കും. എനിക്കറിയാം അങ്ങനെ ഒരു പക്ഷഭേദം കാണിക്കില്ല. നടുക്കുള്ളവരോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അത് അവിടെ കയറിയിരുന്നു. അല്ല, ഇരിപ്പിൽ തന്നെ ലുക്കുണ്ട്. ഇരിപ്പിൽ തന്നെ ലുക്കുണ്ട്. ഒരു കാർന്നൂരിക്കണം. ലുക്കിൽ തന്നെ ഒരു ഇരിപ്പുണ്ട്. അല്ല അതെന്താ മുളച്ചിട്ടില്ല. അല്ല അത് ഹൈദരാലി പറഞ്ഞ അർത്ഥം വേറൊന്നുമല്ല. ഇതിൽ ശരിക്കുള്ള ഏറ്റവും ചെറുപ്പക്കാരൻ ഞാനാണെന്നുള്ള പറഞ്ഞ അർത്ഥം. അതെ, ചെറുപ്പക്കാരാണ്, പക്ഷെ എല്ലാവരിലും സീനിയർ അശോകൻ. പെരുവഴിയമ്പലം മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ 1978 ശ്രീ പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച പെരുവഴിയമ്പലം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു മണിമുത്താണ് മകൻ രാമൻ. ആ എക്സ്പീരിയൻസ് ഇവിടെ ആർക്കും ഇല്ല. 78 ആണ്. ഞാൻ 84. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഞാൻ 85. രാജേഷ് ഞാൻ ഏകദേശം ആ സമയത്തൊക്കെ ജനിച്ചു. അല്ല, ഈ ജഗദീഷൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തെ വർക്ക് ചെയ്തു. വാസ്തവത്തിൽ അതിന് മുമ്പ് ഇടവേള സിനിമ വർക്ക് ചെയ്തു. പക്ഷെ അത് അഭിനയമല്ല, ജഗദീഷ് അത് ഡബ് ചെയ്തു. NCC ഓഫീസർ ഒരു അപ്പോൾ അതിൽ NCCയുടെ ചില ബേർഡ് ഓഫ് കമാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയിൽ അങ്ങനെയാണ് അശോകനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് ഇത്ര വലിയ ഒരു സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും അന്ന് വിചാരിച്ചു. ഡബ് ചെയ്ത സംഭവം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പടം ജാലകമാണ്. ജാലകം അതോടുകൂടി ഞാൻ തകർന്നു. അതല്ല, ഇങ്ങനെ ഒരു നല്ല ഒരാളിനെ കിട്ടിയ സന്തോഷം. അല്ല, തകർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രമാണ് പറഞ്ഞത്. കഥാപാത്രം അശോകനെ കൊണ്ട് ഒരുപാട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. വിദ്യാർത്ഥി നേതാവ് അശോകനെ കൊണ്ട് ഒരു കൊല വരെ ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എനിക്ക് കുറ്റപ്പെടും. ഒരാളെ യഥാർത്ഥ ഒരു സ്വഭാവം കാണിച്ചിട്ടുള്ള സംഭവം ആ കൊല ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. അശോകനെ കണ്ട എപ്പോ അവിടെ വെച്ച് കണ്ട അന്നത്തെ അശോകനല്ല. അന്നത്തെ ജാലകം സമയത്തുള്ള അശോകൻ ഈ പറഞ്ഞ ജെയിംസ് പറയുന്ന അനുസരിച്ച് വേറെ ഒരാളെ കത്തിയെടുത്ത് കുത്തുക. ഇന്ന് അശോകനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുമായി മുന്നേറുന്ന ഒരു നടനാണ്. ഒന്നും കേട്ടിട്ടില്ല. ഇന്ന് വേറെ കാര്യമുണ്ട്. ഏറ്റവും കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിച്ചു, വ്യക്തമായ ഒരു മറുപടി പറയും. അതിനുവേണ്ടി മീശ പഠിച്ചിട്ട് വന്നിരിക്കുക. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുക്കുക. ഞാൻ തന്നെ ചോദിച്ചു, ഞാനിതൊന്നും വേണ്ടാന്ന് വെച്ച് വന്നേക്കളാം. നമുക്ക് നല്ല ഉറച്ച നിലപാടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കും കൂടി തരുവാണ്. എന്റെ അടുത്ത് പറഞ്ഞു, സാധാരണ ഈ ഹൈദരാലി ഒരുപാട് പേരെ കുഴപ്പിക്കാറുണ്ട്. ഇന്നത് നടക്കില്ല. എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി ആയിട്ടാണ്. ഞാനിപ്പോ ഈ ധീരം കഴിയുന്നിടം വരെ എല്ലാ ദിവസവും ജഗദീഷിനെ ദുസ്വപ്നം കാണാറുണ്ട്. ഇനിയിപ്പോ ഉള്ള കാര്യം ഇനിയിപ്പോ ഹൈദരാലി കൂടി ഞാൻ അങ്ങനെ കാണണമെന്നുള്ള പറയുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിന് അശോകൻ തൃപ്തികരമായ മറുപടി പറഞ്ഞില്ല എങ്കിൽ മനോജിനോട് ചോദിക്കുക. മനോജും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. ഞാൻ ചോദിക്കാൻ തുടങ്ങിയ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുകയാണ്, ധീരനായിട്ട് മുന്നോട്ട് പോകുന്നൊരു സിനിമ. എനിക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ തന്നെ കുറേ തമാശകൾ പറഞ്ഞു. നിങ്ങളുടെ ആ ലൊക്കേഷനൊക്കെ ഞാൻ വെറുതെ ഒന്ന് ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ആ ലൊക്കേഷനിൽ നിങ്ങൾ ഒത്തുചേരൽ ടീസർ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ടീസറിൽ എനിക്ക് ആരാണ് യുവത്വം എന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല.
ഈ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കുമെന്ന് ഞാൻ പറയുന്നു. പ്രേക്ഷകരുടെ മുമ്പിൽ എൻ്റെ മനസ്സിൽ കഴിഞ്ഞ് സൂപ്പർ ഹിറ്റ് അടിക്കാൻ പോകുന്ന സിനിമയാണ്. താങ്ക് യു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ കണ്ട പ്രേക്ഷകരുണ്ടാവല്ലോ, ടീച്ചർ കണ്ടവരുണ്ടല്ലോ. ഒരു ഇപ്പോഴത്തെ തലമുറയും പഴയ തലമുറയും ഒന്നിച്ച് അല്ലേ എന്ന് ആ തലമുറ നമ്മൾ മാറ്റി വയ്ക്കുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേട്ടാ? അല്ല, ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം, ഇതിൽ ധീരനായിട്ട് ആരാണ് വരിക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം വേറെ 2-3-4 നായകന്മാരെ വരെ ആലോചിച്ചിരുന്നു സംവിധായകൻ, മനസ്സിലായി. അതിനുശേഷമാണ് രാജേഷ് മാധവൻ എന്ന നായകൻ വന്നത്. നമുക്കെല്ലാവർക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു, ഇത് രാജേഷ് മാധവൻ വേറെ സോ കോൾഡ് ഹീറോസിന് വെച്ചിരിക്കുന്ന ഒരു റോള് രാജേഷിൻ്റെ കയ്യിൽ എത്രത്തോളം ഭദ്രമായിരിക്കും എന്ന് ഞാൻ തുറന്ന് ചോദിച്ചു സംവിധായകനോട്. ദേവൻ പറഞ്ഞു, ഒരു ടെൻഷനും വേണ്ട ചേട്ടാ, എൻ്റെ ക്യാരക്ടർ ഏറ്റവും ആപ്റ്റായിരിക്കും രാജേഷ് മാധവൻ എന്ന് പറഞ്ഞു. പെർഫോമൻസ് കണ്ടപ്പോൾ, ഇപ്പോൾ നമ്മൾ ഡബ് ചെയ്തപ്പോൾ റഷസ് കണ്ടപ്പോൾ, ഇപ്പോൾ ഞാൻ പറയുന്നു ഈ റോളിന് ഏറ്റവും ആപ്റ്റ് രാജേഷ് മാധവൻ തന്നെയാണ്. അതിന് യുവതലമുറയുടെ ഒരു പ്രതിനിധിയായിട്ട് തന്നെ നമുക്ക് രാജേഷ് മാധവനെ കാണാം. രാജേഷ് മാധവന് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, വളരെ സില്ലി ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഡെപ്തുള്ള ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ഈ മരണമാസം എന്ന ചിത്രത്തിൽ ഗംഭീരമായിട്ടുള്ള ഒരു വില്ലനെ, അതിൽ ഷാർപ്പ് ഐസ് കൊണ്ട് തന്നെ ഒരു സീരിയൽ കില്ലറിൻ്റെ എല്ലാ ഭാവങ്ങളും വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജേഷ് മാധവൻ എന്ന് പറഞ്ഞ ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ്. അപ്പോൾ യുവതലമുറയുടെ പ്രതിനിധിയായിട്ട് രാജേഷ് മാധവൻ അവിടെ ഉണ്ട്. രാജേഷ് മാധവൻ്റെ നേതൃത്വത്തിൽ അവിടെ അപ്പുറത്ത് ശബരീഷ് വർമ്മയുണ്ട്, ദെൻ നമ്മുടെ അഭിറാമുണ്ട്. അവരുടെ കൂടെ നമ്മൾ 4 പേരും, അതിൻ്റെ കൂടെ സുധീഷും, ഞങ്ങൾ ഈ പറയുന്ന പോലെ പഴയ തലമുറയെന്നോ എന്ത് വേണമെങ്കിൽ അല്പം സീനിയേഴ്സെന്നോ ഒക്കെ പറയാം. ഞങ്ങളുടെ 2 ഗ്യാങ് ആയിട്ട് തിരിഞ്ഞ് മത്സരം നടത്തിയിട്ട് ഇതിൽ ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല മത്സരമാണ്, ടൈ ആണ്. ആരെങ്കിലും ഒരാൾ ഞങ്ങൾ ഒരു പടി മുകളിൽ അല്ലെങ്കിൽ അവർ ഒരു പടി മുകളിൽ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ 2 ടീംസും നന്നായിട്ട് തന്നെ, ഓരോ നടനും ഇതിലെ ഓരോ കലാകാരനും, വിനീതാണെങ്കിൽ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള വിനീതിനല്ല ഈ ചിത്രത്തിൽ കാണാൻ പോകുന്നത്. വളരെ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. വിനീതിൻ്റെ വില്ലനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിലെ വില്ലനി എന്ന് പറയുന്നത് വിനീത് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വില്ലനിയാണ്. ടീച്ചറിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആ വില്ലനി എന്ന് പറഞ്ഞാൽ വില്ലനിയാണ്. എന്നാൽ എത്രത്തോളം വിനീതിന് ധൈര്യമുണ്ട് എന്ന് ചോദിച്ചിരുന്നാൽ വിനീതിനെ കുറിച്ചാണോ ഈ ധീരൻ എന്ന് പറയുന്നതെന്ന് വരെ നമുക്ക് സംശയം തോന്നാം. ഇതിനകത്ത് ഓരോ ക്യാരക്ടർ, രാജേഷ് മാധവനാണ് ഇതിലെ ധീരൻ. എന്നാൽ നമുക്കൊക്കെ സംശയം തോന്നാം, നമ്മളെക്കുറിച്ചാണോ ധീരൻ എന്ന് പറയുന്നതെന്ന് സംശയം തോന്നാവുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട് ഓരോരുത്തർക്കും. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, ഈ അരുവി എന്ന് പറയുന്ന കഥാപാത്രം ആയിക്കോട്ടെ, ഇത് അശോകൻ്റെ ഈ കഥാപാത്രം, ചേട്ടനും അനിയനുമാണ് അശോകനും സുധീഷും, തന്നെ വിനീതിൻ്റെ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടറും നല്ലതുപോലെ വരച്ച് വ്യക്തമായിട്ടുള്ള ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സീനിയേഴ്സ് വേഴ്സസ് ജൂനിയേഴ്സ് അല്ലെങ്കിൽ പുതിയ തലമുറ വേഴ്സസ് പഴയ തലമുറ എന്ന് പറയുന്ന ആ മത്സരത്തിൽ ഇരു ടീമുകളും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഗംഭീര മത്സരം, അഭിനയത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. അതുകൊണ്ട് സന്തോഷകരമായിട്ടുള്ള മത്സരം. കറക്റ്റ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.